Hello, welcome to Market Discussion of the Day. Today, November 26, 2024, Tuesday ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഒരു സീസ് ഫയറിന് ചാൻസ് ഉള്ളൊരു ദിവസമാണ്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള ഒരു സീസ് ഫയറിന് വളരെ ചാൻസ് ഉള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പലതവണയും അത് സീസ് ഫയർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് പോസിബിലിറ്റി കൂടുതലാണ് ഇന്ന് സീസ് ഫയർ വരാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഗോൾഡൊക്കെ ഒരുപാട് താഴോട്ട്, ഇനി ഫർദർ താഴോട്ട് പോയി ഒരു 2530 ലെവലിലോട്ടൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിനെ ആ രീതിയിൽ സമീപിക്കണം. ഒരു കാരണവശാലും നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത രീതിയിൽ മാർക്കറ്റിനെ കാണരുത്. കാരണം ഇപ്പം സീസ് ഫയർ വന്നാലേ താഴോട്ട് പോകത്തുള്ളൂ. സീസ് ഫയർ വന്നില്ലെങ്കിൽ ഓക്കെ മാർക്കറ്റ് ഇതേപോലെ ആയിരിക്കത്തില്ല. കാരണം സീസ് ഫയർ വന്നില്ലെങ്കിൽ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകും. കാരണം ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് സീസ് ഫയർ വരും എന്ന്, അല്ലേ? അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൻ്റെ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതുകൊണ്ട് റിസ്ക് മാനേജ് ചെയ്യാതെ ഒരു കാരണവശാലും മാർക്കറ്റിനെ സമീപിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റിൽ പറയാനുള്ളത്. ഓക്കെ, വേറെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് കലണ്ടർ നോക്കിയാൽ ഇന്ന് നമുക്ക് CCIയുടെ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ന്യൂസ് വരുന്നുണ്ട്, ന്യൂ ഹോം സെയിൽസ് വരുന്നുണ്ട്. നോർമലി കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ന്യൂസ് വരുമ്പോൾ ഭയങ്കരമായ വോളറ്റാലിറ്റി ഉണ്ടാവേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് UK ടൈമിങ് 3 മണിക്കാണ് ഈ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ ആ സമയത്ത് നിങ്ങൾ മാർക്കറ്റിലൊന്ന് എന്താ പറയുക, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇന്ന് വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കത്തില്ല. കാരണം നാളെ CPI ഉണ്ടായതുകൊണ്ടിട്ട്. ഓക്കെ, പക്ഷേ നാളത്തെ ദിവസം CPI അല്ല GDP ഉണ്ടായതുകൊണ്ടിട്ട്. അപ്പം നാളെ GDP ഡേ ആണ്. GDP ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു $100 വരെയൊക്കെ നമുക്ക് വോളറ്റാലിറ്റി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമാണ് നാളെ GDP അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത്. നാളെ ഉച്ചയ്ക്ക് UK ടൈമിങ് 1:30 മണിക്കാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ആ സമയത്ത് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം ആദ്യമേ നമ്മൾ JPYയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ JPY USD JPY നോക്കുകയാണെങ്കിൽ 153.99 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. 154 ക്രോസ് ചെയ്തിട്ടും ഇല്ല. ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് മാർക്കറ്റ് ഒന്ന് കുറേ നേരമായിട്ട് മാർക്കറ്റ് അവിടെ നിന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അത് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. എന്താണ് 153 152 പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയാൽ ഇതാ ഇപ്പം ഏഷ്യ ക്ലോസ് ആയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 154 താഴെയായിട്ടാണ് ഏഷ്യ ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ ഇത് യൂറോപ്പ് ഓപ്പൺ ആയ സമയമായിരുന്നു. യൂറോപ്പ് ഓപ്പൺ ആയ സമയത്തും 153.713 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതേവരെ നമുക്ക് മുകളിലോട്ടാണോ താഴോട്ട് പോകുന്നതാണോ നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈവൻ സപ്പോസ് നമുക്ക് US ഓപ്പൺ ആവുന്ന സമയത്ത് 154 താഴെയാണെങ്കിൽ നമുക്ക് ഒരു താഴോട്ടാണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം. പക്ഷേ എന്നാലും ഞാൻ അവിടെ ഒരു സെല്ല് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 152 ബൈ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളൊരു ബൈ എടുത്തു കഴിഞ്ഞാൽ 151.40 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുന്ന സമയത്ത് GBPയിലാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ 101.2600 ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയി. ഓക്കെ, 150.1510 അടുത്തായിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് വന്നു. ഉറപ്പായിട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് 1.2500 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ 1.2500 ഒരു വരയിൽ വന്ന് മാർക്കറ്റ് നിൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കില്ല. ഇനിയും നമുക്ക് 1.2500 അടുത്ത് കിട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1.2520 1.2510 ആ ലെവലിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇനിയും ബൈ ചെയ്തുകൊണ്ട് GBP സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ ആയാലും നമുക്കതൊരു നല്ല സപ്പോർട്ടായിരിക്കും എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അടുത്ത നമുക്ക് ഓരോ 100 പോയിന്റിലും നമുക്ക് നല്ലൊരു ബൈ ഉണ്ടാവും. സപ്പോസ് 1.2600 മുകളിലായിട്ട് 2 മാർക്കറ്റ് കണ്ടീഷനിൽ അപ് ട്രെൻഡ് നമുക്ക് കാണിച്ചാൽ, അല്ലെങ്കിൽ മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഇന്നലെ ഒരു നല്ലൊരു അപ് ട്രെൻഡൊക്കെ കാണിച്ചതാണ്. ഓക്കെ, വീണ്ടും താഴോട്ട് പോയി 1.24 1.04
2 ആ ലെവലിലോട്ട് വീണ്ടും പോയിട്ട് വീണ്ടും ഇപ്പോൾ 1.0500 മുകളിലായിട്ടാണ് ഇപ്പം ഷാഡോ പോയിട്ടുള്ളത്. ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലും ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും. പക്ഷേ സപ്പോസ് ഇന്ന് സീസ് ഫയറിൻ്റെ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യൂറോ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നേരെ ഗോൾഡിലോട്ട് വരുന്ന സമയത്ത് ഗോൾഡ് നമുക്ക് ഒരു പിടിയും തരാതെ നിൽക്കുകയാണ്. ഇപ്പം ഇന്ന് രാവിലെ നമുക്ക് 2630 മുകളിലായിട്ട് 2 മാർക്കറ്റ് കണ്ടീഷനിൽ ഓപ്പൺ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ 2630 മുകളിലായിട്ട് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റ് വെയിറ്റിംഗ് ആണ്, ന്യൂസുകൾക്ക് വെയിറ്റിംഗ് ആണ്. ഇന്ന് സീസ് ഫയർ വരുമോ, അല്ലെങ്കിൽ ഇന്ന് എന്താ പറയുക സിസയുടെ ന്യൂസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് 2630 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് മാർക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോയി 2600 ബ്രേക്ക് ചെയ്ത് 2530 ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഗോൾഡിലെ ഒരു വീക്ക്ലി പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇന്നത്തെ ദിവസം സീസ് ഫയർ ഉണ്ടായതുകൊണ്ട് തന്നെ സെല്ലിലോട്ട് ഈ ഒരു ന്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഗോൾഡിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം. ഓക്കെ, പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു ഡൗൺ ട്രെൻഡ് കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ട് സെല്ലും അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇന്ന് ഈ ആഴ്ചത്തെ മാർക്കറ്റിൻ്റെ ആ ഒരു ദിശ എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 2530 വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, സോ സപ്പോസ് 2630 ബ്രേക്ക് ചെയ്ത് 2480 ആയിരിക്കും അടുത്തൊരു സപ്പോർട്ട് ചെയ്യുന്നത്. അത് പക്ഷേ ഭയങ്കര നല്ലൊരു സോളിഡ് സപ്പോർട്ടായിരിക്കും 2480 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള പോയിൻറ്റ്സ്. ഓക്കെ, മാർക്കറ്റ് ഒരു അൺസർട്ടൺ സിറ്റുവേഷനാണ്. ഇപ്പോൾ നമുക്കൊന്നും പിടി കിട്ടുന്നില്ല. കാരണം ഇന്ന് സീസ് ഫയറിൻ്റെ കാര്യം ഉണ്ടായതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി എന്താണിത്, ഡൗൺ ട്രെൻഡാണ്. 2630 മുകളിൽ കയറി കഴിഞ്ഞാൽ അപ് ട്രെൻഡാണ്. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാമായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനത്തുള്ള അൺസർട്ടനിറ്റി നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാനായിട്ടുള്ളൊരു ഒരു എന്താ പറയുക പോസിബിലിറ്റി നമ്മൾക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ എന്താണെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടുക, റിസ്ക് മാനേജ് ചെയ്യുക, ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ ഗായ്സ്, ഇത്രയും ആണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബാച്ചിൽ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. ഇനിയും ഇന്നത്തെ ദിവസം കയറണം എന്നുള്ള ആൾക്കാർക്ക് ഇന്നലത്തെ റെക്കോർഡിംഗ് സെഷൻ നമ്മൾ അയച്ചു തന്നിട്ട് ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ വേണമെങ്കിലും കയറാവുന്നതാണ്. ഇത് ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. നാളെ മുതൽ 2 ദിവസം റെക്കോർഡ് സെഷൻ അടിച്ചിട്ട് 3-ാമത്തെ ദിവസം കയറുക എന്നുള്ള പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. അപ്പം ഇന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് സെഷൻ അയച്ച് തന്നിട്ട് ഇന്നലത്തെ റെക്കോർഡ് സെഷൻ അയച്ച് ഇന്നത്തെ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.